എന്റെ തെറി കാരണം ആ വ്യക്തിക്ക് കുറച്ച് അരി മേടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഹാപ്പി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കോമെന്റ്. അദ്ദേഹത്തിന് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അരി തന്നെയല്ലേ കിട്ടുന്നത്. അല്ലാതെ അതിന് പകരം മറ്റേ വേറെ സാധനങ്ങളൊന്നും അല്ലല്ലോ കിട്ടുന്നത്. കേരളത്തിലുള്ള ഓരോ മനുഷ്യനും സിനിമ കാണുമ്പോൾ ഓരോ ആക്ടേഴ്സിനും ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ടെക്നീഷ്യനും കിട്ടുന്നത് അരി തന്നെയാണ് ബ്രോ. ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഇത് വിറ്റിട്ട് നിങ്ങളെ ചാനലിന് കിട്ടുന്നതും അരി തന്നെയാണ്. അരി മാറ്റേഴ്സ്. അരി എന്ന് പറഞ്ഞാൽ മോശം സാധനമൊന്നുമല്ല. സോ അത് വെച്ചിട്ട് ട്രോള്, അത് വെച്ച് വർത്താനം പറയുന്നത് ഐ ആം പ്രൗഡ്. ഞാൻ ഉണ്ണിമുന്നെ വിറ്റിട്ട് അരി വാങ്ങി, അല്ലെങ്കിൽ വേറെ ഒരാളെ വിറ്റിട്ട് അരി വാങ്ങി, നാളെ എന്തെങ്കിലും കോണ്ടന്റ് ഇട്ട് അരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ വോത്ത് ഇറ്റ്. ഞാനത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ ന്യൂസ് ചാനലുകളും ഓരോ ബാക്കി ചാനലുകളും ഒക്കെ ഇതേപോലെ തന്നെ ഓരോ സാധനം ക്രിട്ടിസൈസ് ചെയ്ത് ഓരോ സാധനത്തിന്റെ പിന്നാലെ പോയി സംസാരിച്ച് തന്നെ അരി മേടിക്കുന്നത്. അല്ലാതെ എല്ലാവരും ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ട് വെച്ചിട്ട് വേറെ പണിക്കുന്നൊന്നുമല്ലല്ലോ. സോ ഞാൻ ഉണ്ണിമുന്തനെ വിറ്റു, എന്റെ വീട്ടിലേക്ക് അരി വന്നു, യെസ്. എന്താ പ്രശ്നം? ഞാൻ ഉണ്ണിമുന്തന്റെ സിനിമ കണ്ടു, അയാളെ വീട്ടിലേക്ക് അരി പോയി, എന്താ പ്രശ്നം? വാട്ട് ഈസ് ദ മാറ്റർ? ബോംബൊന്നും അല്ലല്ലോ പോണേ, അരിയല്ലേ പോണേ. കഴിക്കാനുള്ള സാധനമല്ലേ, മോശം സാധനമൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ സായി സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ പോലും നല്ലത് പറയുന്നു, അങ്ങനെ ഒരു മാർക്കറ്റ് സക്സസ് ആവും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ ക്രെഡിറ്റ്സ് കോമൻസ് ഇങ്ങനെ നിറയുന്നത് എന്നുള്ളതാണ് എന്റെ സംശയം. എന്റെ മാത്രമല്ല, പലരുടെയും സംശയം അതാണ്. ഞാനും ബ്രദറും കൂടി തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം എസ്കലേറ്റ് ആയി. ബ്രദർ നാളെ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഏത് കണ്ണിലൂടെ ആളുകൾ നോക്കും. എനിക്ക് എന്തോ ഇവനോടൊരു പ്രശ്നമുണ്ട് എന്ന കണ്ണിലൂടെ ചിലപ്പോൾ ആളുകൾക്ക് നോക്കാനുള്ളൊരു ആ തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് വരും. കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അങ്ങനെ ആയിരുന്നു. അത് ലോകം മൊത്തം കണ്ടതുമാണ്. ആ ആ കാര്യം കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഇവിടുത്തെ PR ടീംസ് ചെയ്തത്. അത് ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ദേ വോണ്ട് ദാറ്റ്. അവർ കൃത്യമായിട്ട്, നിങ്ങൾ എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയോ, ആദ്യത്തെ ഒരു 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റ് തുടങ്ങിയതിനു ശേഷം ഈ റിവെഞ്ച് നോട്ട് റിവ്യൂ, റിവെഞ്ച് നോട്ട് റിവ്യൂ, ഈ സാധനം വന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ അതിന്റെ പാറ്റേൺ ഇങ്ങനെ മാറ്റി 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 ഇപ്പൊ ആ സിനിമയിലുള്ള ഒരു സീനില് ഒരു യൂട്യൂബറോ അങ്ങനെ എന്തൊക്കെയോ സീൻസ് ഞാൻ പറഞ്ഞില്ല, സ്പോയിലറോ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതെല്ലാം ഞാനാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറെ ആളുകൾ. ഇതൊക്കെ ഒരു പാറ്റേൺ ആയിട്ടാണ് പോകുന്നത്, മനസ്സിലായോ? ഒരു സെർട്ടൺ കൈൻഡ് ഓഫ് ഹെയ്റ്റ് സാധനം. അപ്പൊ സീക്രട്ട് ഏജന്റിനെ ഹെയ്റ്റ് ചെയ്യണം, മാർക്കോ സക്സസ്ഫുൾ ആക്കണം. സീക്രട്ട് ഏജന്റിനെ ഹെയ്റ്റ് ചെയ്യണം, ഇത് സക്സസ്ഫുൾ ആക്കണം. ബ്രദർ, PR റൺസ് ദിസ് വേൾഡ്. അവർക്കൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ന വ്യക്തി ഇന്ന റിവ്യൂ ടാഗെതിരെ ഇന്ന കാര്യം ചെയ്യാം. ദേ വിൽ ബി വെരി മച്ച് പ്ലാൻഡ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ബിഗ് ബഡ്ജറ്റ് സിനിമകളും വൻ വിജയമാവണ്ടേ സായി? അങ്ങനെ PR റൺസ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമകളും വൻ വിജയമാവണ്ടേ? എല്ലാ സിനിമയിലും എല്ലാ നടന്മാരും ഇതേപോലെ റിവ്യൂവേഴ്സിനെ വിളിച്ച് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ എലമെന്റ് മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കാൻ മാത്രം അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദേ വിൽ ബി. ഇല്ല, PR റൺസ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞത് ഞാൻ യൂട്യൂബറെ തെറി വിളിക്കുന്ന കാര്യത്തിലല്ല പറഞ്ഞത്. PR ആണ് റൺ ചെയ്യുന്നതെങ്കിൽ എല്ലാ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്കും അത് സംഭവിക്കേണ്ടതെന്നുള്ളത് ചോദ്യം. ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങി, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങി നിങ്ങൾ വെച്ചോ. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയെ ഫ്ലെയർ അപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അതിലെ നടനുമായിട്ട് വേറെ എന്തെങ്കിലും ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ PR വർക്ക്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? തീർച്ചയായും ഞാൻ ഒരുപാട് സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. അതെ, ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ദാറ്റ്സ് ദ തിങ്. അവർക്ക് എൻഡ് ഓഫ് ദ ഡേ അവരുടെ സിനിമ ഓടിയാൽ മതി. അവർക്ക് ആര് പോയി ആര് വന്നു ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ സിനിമയിൽ PR ഉണ്ട്, ഡെഫിനറ്റ്ലി അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, കോടികളുടെ കളിയാണ്. അവിടെ അവർക്ക് എന്താണെങ്കിലും സിനിമ ഹിറ്റാക്കിയാൽ മതി. അവിടെ ആര് വീണു, ആര് ജയിച്ചു, ആര് ഇരുന്നു എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ PR വർക്ക്സ് ഉണ്ട്, അത് എക്സിസ്റ്റിംഗ് ആണ്, അത് ഇല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. ആൻഡ് ഐ എം ക്ലെയിമിങ് ഇറ്റ്. എന്റെ മുകളിൽ നടക്കുന്നത് അതാണെന്നുണ്ടെങ്കിൽ എനിക്കാണ് തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നു, ബിക്കോസ് ഐ ആം എക്സ്പീരിയൻസിങ് ഇറ്റ്.